പരിശുദ്ധന്റെ കബറിടത്തിൽ എന്നും നേർച്ചകളർപ്പിക്കും ഞാൻ. പരിശുദ്ധന്റെ കബറിടത്തിൽ എന്നും നേർച്ചകളർപ്പിക്കും ഞാൻ. എന്റെ ജീവിത ദുരിതങ്ങളകറ്റുവാനായി വരുമെന്നും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വലിയ വിശുദ്ധമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വിഷയം വിശുദ്ധ യോഹന്നാനാൽ എഴുതപ്പെട്ട സുവിശേഷം 6-ാം അധ്യായം 63 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ ഇപ്രകാരം ക്രിസ്തു പറയുന്നു: ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള വചനങ്ങൾ ആത്മാവാകുന്നു, അത് ജീവനുള്ളതാകുന്നു എന്ന്. ഒന്നാമതായിട്ട് നമുക്ക് ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ, എപ്പോഴെങ്കിലും ഇല്ലാതെ പോയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജീവിത പങ്കാളിയിൽ നിന്ന് ലഭിക്കാതെ പോകുന്ന സമയത്ത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് മക്കളിൽ നിന്ന് ലഭിക്കാതെ പോകുന്ന സമയത്ത്, ജോലി സ്ഥലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ജീവിതത്തിന്റെ പല ആഗ്രഹങ്ങളും സാധിക്കാതെ പോകുമ്പോൾ, കുടുംബ ബന്ധങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ, രോഗങ്ങളുടെ അവസ്ഥയിൽ, സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുമ്പോൾ, ഏതെങ്കിലുമൊക്കെ സമയത്ത് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഇനി ഞാൻ ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ആത്മീയത കുറഞ്ഞു പോകുന്നതിന്റെ ലക്ഷണങ്ങളാണത്. എല്ലാ ദിവസവും ജീവനുള്ള വചനത്തെ വായിക്കുകയും അത് ധ്യാനിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യേണ്ട നമ്മളിൽ ഇത് ഇല്ലാതെയാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മീയതയുടെ കുറവായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇത് വായിക്കുവാനും ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനും ദൈവം എന്നെ നിങ്ങളെയും സഹായിക്കട്ടെ. രണ്ടാമതായിട്ട്, ഈ ജീവനുള്ള വചനവും ആത്മാവും നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ എപ്രകാരമുള്ളവരായിരിക്കുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിരാശരായിട്ടിരിക്കുമ്പോൾ അവരെ ശക്തീകരിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഈ ജീവനുള്ള വചനം എന്നിലൂടെ നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്രിസ്തു എന്താണ് ചെയ്തത്? തന്റെ കുരിശുമരണത്തിൽ തന്റെ അവസാന നിമിഷത്തിൽ തൊട്ടടുത്തിരുന്ന കള്ളൻ പറയുകയാണ്: കർത്താവേ, നിന്റെ കൂടെ എന്നെ പറുദീസയിൽ ഇരുത്തണമേ എന്ന് പറഞ്ഞപ്പോൾ അവന് കൊടുത്ത ഒരു ധൈര്യം, അവന് കൊടുത്ത ഒരു വാഗ്ദാനം, തന്റെ സ്വന്തം ജീവിതത്തിൽ പ്രയാസത്തിന്റെ സമയത്ത് കുരിശുമരത്തിൽ തൂങ്ങിക്കിടക്കുമ്പോഴും തന്റെ അരികിൽ നിൽക്കുന്നവന് കൊടുത്ത ആ വലിയൊരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ സന്തോഷത്തിലിരിക്കുമ്പോഴും സമാധാനത്തിലിരിക്കുമ്പോഴും സാമ്പത്തികമായിട്ട് വല്ലാതെ വളർന്നു കഴിഞ്ഞിട്ടല്ല മറ്റുള്ളവരിലേക്ക് നമ്മൾ ഇത് പകർന്നു കൊടുക്കേണ്ടത്, മറിച്ച് നമ്മുടെ പ്രയാസത്തിന്റെ സമയത്തും ഇത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനും അവർക്ക് വലിയൊരു പ്രതീക്ഷ കൊടുത്ത് ജീവിതത്തിൽ അവരെ ഉയർത്തേണ്ടത് എൻ്റെ കൂടെ കടമയാണ് എന്നുള്ള ഒരു ബോധ്യം ഈ സമയത്ത് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. അത് ഒരുപക്ഷെ ജീവിത പങ്കാളിയിലേക്കായേക്കാം, മക്കളിലേക്കായേക്കാം, ഒരുപക്ഷെ മാതാപിതാക്കൾക്കായേക്കാം, നമ്മുടെ സുഹൃത്തുക്കൾക്കായേക്കാം. ആർക്ക് തന്നെയാണെങ്കിലും നമ്മളിലൂടെ ദൈവം ഇടപെടുവാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ടതായ വചനം കർത്താവെ ഞങ്ങളെ ശക്തീകരിക്കുന്ന കൃപയോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ കർത്താവെ പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ ജീവനുള്ള വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനും മറ്റുള്ളവർക്ക് വലിയ പ്രതീക്ഷ നിന്റെ വചനത്തിലൂടെ നൽകുവാനും എന്നെയും ഈ ജനത്തെയും നീ എടുത്ത് ഉപയോഗിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല കർത്താവെ, നിന്റെ ആഗ്രഹം മാത്രം നിറവേറണം. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റു മിശിഹാനാഥൻ പ്രതിമേൽ വിജയവുമാ ഭൂസ്വർഗങ്ങൾ മഹിമയണിഞ്ഞ് നാഥനെ വാഴ്ത്തുകയാ. ഉയർത്തെഴുന്നേറ്റു മിശിഹാനാഥൻ പ്രതിമേൽ വിജയവുമാ